നമസ്കാരം. അനിൽ നമ്പ്യാരുടെ ആ ഭീഷണി പോസ്റ്റ് വന്നതിന് ശേഷം ഒരു ബാഗും കെട്ടി രാവിലെ മുതൽ ഇരിക്കുകയാണ് അങ്ങ് തീഹാർ ജയിലിൽ പോകാൻ. കാര്യം നമ്പ്യാർക്കെതിരെ വാർത്ത കൊടുത്ത് നമ്പ്യാരെ പോപ്പുലർ ഫ്രണ്ടിനുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ജനൻ ടി വിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി എന്ന വാർത്ത പുറത്തു കൊടുത്തതിന്റെ ഭാഗമായിട്ട് എനിക്കെതിരെ ഒരു കേസ് കൊടുത്തതിന് ശേഷം എൻ്റെ ഫോട്ടോയും സ്ക്രീൻഷോട്ടൊക്കെ വെച്ച് അദ്ദേഹം ഇട്ടിരുന്നൊരു പോസ്റ്റിൽ റെസീറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അദ്ദേഹം റെസീറ്റ് വാങ്ങിച്ച ഉടനെ തന്നെ അത് ഫേസ്ബുക്കിൽ ഇട്ട മാത്രയിൽ തന്നെ ഞാൻ പെട്ടി കെട്ടി. കാര്യം ഇനിയിപ്പോൾ തീഹാർ ജയിലിൽ എൻ്റെ ജീവിതം മുഴുവൻ തീഹാർ ജയിലിലാണ്. ഇനി ജാമ്യം കിട്ടാൻ പോകുന്നില്ല, തൂക്കിക്കൊന്നേ അടങ്ങത്തുള്ളൂ. കാര്യം സംഘികളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ നാടിൻ്റെ അവസ്ഥ? പിന്നെ നമ്മളെ കൊണ്ട് സവർക്കർ പണി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇനി എത്ര കാലം അവിടെ കിടന്നാലും സവർക്കറസ് അടിച്ച് പുറത്തു വന്ന ഭാഗമില്ല. പിന്നെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു അഖില ലോക അലവലാതി എന്ന് നാട്ടുകാർ പറയും, നമ്മളിപ്പോൾ അത് പറയുന്നില്ല. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ലേബലിൽ നടക്കുന്ന കപടനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അയാളെ ചെയ്തൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ജോലിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി എന്ന വിവരം മറച്ചു വെച്ചുകൊണ്ട് പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഞാൻ രാജിവെച്ചേ എന്ന കഥയിറക്കി പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോകാനുള്ള പരിശ്രമമാണ് നടത്തി വന്നത്. പക്ഷേ റിയാലിറ്റി നമ്മൾ നാട്ടുകാരെ അറിയിച്ചു. എന്തിനാണ് നമ്പ്യാരെ സംഘികളെല്ലാം കൂടി ചവിട്ടി പുറത്താക്കിയെന്നറിയോ? അത് കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിരുന്നില്ല. നിങ്ങൾ ഈ കണ്ടേ, ഈ കാണുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്പ്യാരുടെ അന്നം മുട്ടിച്ചത്. സംഘികളെ കൃഷി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം കൂടെ നമ്മുടെ നാട്ടിൽ ആരെയും എന്തും പറയാൻ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്പ്യാർ. നമ്പ്യാർക്ക് മാത്രമേ ആ ലൈസൻസ് ഉള്ളൂ, ആരെയും എന്തും പറയാം. പക്ഷെ തിരിച്ച് നമ്പ്യാരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനടി നിങ്ങൾ കേസിലാണ്, ജയിലിലാണ്, തീഹാർ ജയിലിലാണ്. ആ തീഹാർ ജയിലിൽ അടയ്ക്കും എന്നുള്ള മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ സെല്ലിൽ എന്തോ കേസ് കൊടുത്തിരിക്കുന്നത്. കേസൊക്കെ വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും എന്തിനാണ് ജോലി പോയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങളൊന്ന് കണ്ടേ. നിരോധിക്കപ്പെട്ട സിമിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും നിരോധിക്കപ്പെട്ട NDF-ന്റെ സ്ഥാപക ചെയർമാനും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ദേശീയ ചെയർമാനും SDPI-യുടെ മുൻ ദേശീയ പ്രസിഡന്റുമായ അബൂബക്കറിനെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എടുത്ത ദൃശ്യമാണിത്. അർബുദബാധിതനായി തികച്ചും ക്ഷീണിതനായ അദ്ദേഹത്തെ തീവ്രവാദ കേസിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ കോടതിയിലേക്ക് കൊണ്ടുപോയത് വീൽ ചെയറിലായിരുന്നു. ഏകദേശം 4 വർഷമായി അബൂബക്കറും നസറുദ്ദീൻ എളമരവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ്. രാജ്യദ്രോഹ കുറ്റമാണ് ഇവർക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. ISIS പോലുള്ള ഭീകരവാദ സംഘടനകളിൽ നിന്നും ഫണ്ട് കൈപ്പറ്റി ഭാരതത്തെ ഒറ്റിക്കൊടുക്കാനും തകർക്കാനും കരുക്കൾ നീക്കിയവരാണ് ഇവർ എന്നാണ് NIA-യുടെ കണ്ടെത്തൽ. ഇത് ഇങ്ങനെ തുടർന്നു പോകുന്നുണ്ട്. ഇവരെ വിചാരണ നടത്തണം, വെറുതെ ജയിലിൽ അടയ്ക്കരുത് എന്ന രീതിയിൽ അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടുകാരെയും ഒപ്പം തന്നെ സുഡാപ്പികളെ എല്ലാം ഒന്ന് പതപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇത്രയും ദിവസം ഇവർക്കെതിരെ രാജ്യദ്രോഹികൾ, പാകിസ്ഥാനികൾ എന്നൊക്കെ ഇവർ തന്നെ പ്രചരിപ്പിച്ചതിന് ശേഷം ഇവരുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലും വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് നടപടി നേരിട്ടത്. അതിനുശേഷം ഞാൻ മതേതരനാണെന്ന് കാണിക്കാൻ വേണ്ടി സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിലിട്ട ഈ പോസ്റ്റാണ് സംഘികളെ വല്ലാതെ ചൊടിപ്പിച്ചത്. കാര്യം സംഘികൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ശരിയല്ല, അവരെ വിചാരണ ചെയ്യണം, അവരോട് കാണിച്ച പ്രവൃത്തി അത് നീതിയില്ലാത്തതാണെന്നൊക്കെ എഴുതി പിടിപ്പിച്ചു. സംഘികൾ വായിച്ചു, കുരുപൊട്ടി. അപ്പോൾ തന്നെ അടിച്ചു കൊടുത്ത് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയതിനു ശേഷം ഇതിനെ സംബന്ധിച്ച് സ്ക്രൂട്ടണി നടത്തിയപ്പോൾ ജനൻ ടിവിയുടെ മാനേജ്മെന്റ് തീരുമാനമെടുത്തു. ഇതിനിടയ്ക്ക് ജനൻ ടിവിയിൽ ഫണ്ടിങ് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട BJP നേതാവായിട്ടുള്ള ചെങ്കൽ രാജശേഖരന്റെ അടുത്തൊക്കെ പോയി എന്നെ രക്ഷിക്കണ സാറേ എന്ന രീതിയിൽ നിലവിളി നടത്തിയ കാര്യമൊക്കെ ചില ഇടങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നാട്ടുകാരെ അറിയിക്കാം. എന്തായാലും അങ്ങനെ നിലവിളിച്ച് രക്ഷപ്പെടാൻ പരിശ്രമിച്ചെങ്കിലും സംഘികൾ, അതായത് RSSകാർ ഒരു കാരണവശാലും തങ്ങളുടെ കേന്ദ്രം സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെ തള്ളിപ്പറഞ്ഞ ഒരുത്തനെ ഇനി ഞങ്ങളുടെ ചാനലിലിരുത്തി തീറ്റിപ്പോറ്റാൻ കഴിയില്ല, യവനെ ചവിട്ടി വെളിയിലാക്കുക എന്ന തീരുമാനമെടുത്തു. അങ്ങനെയാണ് നിൽക്കക്കള്ളിയില്ലാതെ ഞാൻ രാജിവെച്ച് പൊയ്ക്കാളാമേ, രാജിവെച്ചില്ലെങ്കിൽ എൻ്റെ കഞ്ഞുകുടി മുട്ടുമേ, എൻ്റെ അരിക്കച്ചവടം തീരുമേ എന്ന് നിലവിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ അപമാനിക്കരുതേ എന്ന സവർക്കറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ രാജി സമർപ്പിക്കാനുള്ള അവസരം കൊടുത്തത്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പഴയ വ്യാജ രേഖ നിർമ്മാണ കേസ്, അന്നത്തെ മന്ത്രിയായിട്ടുള്ള KV തോമസും ഒപ്പം തന്നെ
ശോഭന ജോർജൊക്കെ ഇതിന്റെ ഇരയായി മാറിയ ആ കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള മഹാരഥനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പിന്നീടും ആ പണി തന്നെ തുടരാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ ഈ വ്യാജരേഖ ചമച്ചവനെ ആ ജോലിയിലേക്ക് പിന്നീട് കൊണ്ടുവരൂ. പക്ഷേ അല്ല, നമ്പ്യാർ എന്ന പേരൊക്കെ ഇട്ട് ജനം ടി വിക്കകത്ത് കയറിക്കൂടിക്കൊണ്ട് ഇന്നലകളിൽ കോൺഗ്രസ്സുകാരനായിരുന്ന അനിൽകുമാർ പിന്നീട് അദ്ദേഹം അനിൽ നമ്പ്യാരായിട്ട് പരിവർത്തനം ചെയ്യുകയായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് നാട്ടുകാരെ അറിയിച്ചു. അല്ലാതെ ഈ നമ്പ്യാരെ കുറിച്ച് സ്വപ്ന സുരേഷിനെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് വിളിച്ച ഉടൻ തന്നെ സ്വപ്ന അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം അറിയാലോ. ആ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ തമ്മിൽ മറ്റേ മോശം ബന്ധമുണ്ട് എന്നൊന്നും ഒരിടത്തും ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ അർജുൻ ആയങ്കിയുടെ സുഖചികിത്സയെക്കുറിച്ച് ഇദ്ദേഹം ഇട്ട കമന്റിന് അർജുൻ ആയങ്കി കൊടുത്ത കണക്കുള്ള ചില മറുപടിയും ഞാൻ കൊടുത്തിട്ടില്ല. വളരെ കൃത്യമായിട്ടും നടന്ന കാര്യത്തെക്കുറിച്ച് നാട്ടുകാർ അറിയണമല്ലോ. നമ്മുടെ നാട്ടിലെ കുറെ സംഘി ഉടായ്പകളും ഇതുപോലെ ജാതിവാൽ തൂക്കിക്കൊണ്ട് സ്വന്തം വയറ്റിപ്പിഴപ്പ് നടത്തിക്കൊണ്ട് നടക്കുന്ന ചില ടീമുകളുണ്ട്. ആ ടീമുകളെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് കാര്യം. അതിന്റെ പേരിൽ ഒരു കേസ് വന്ന് എന്നെ തൂക്കി കൊല്ലുന്നെങ്കിൽ നല്ല അന്തസ്സായിട്ട് അങ്ങ് തൂങ്ങി മരിക്കാൻ തയ്യാറാണ്. പിന്നെ ഒരു കാര്യം, വലിയ മാനിനൊന്നും ചമയണ്ട. ഈ നാട്ടിലുള്ള സകല മനുഷ്യരെയും, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള എത്രയേറെ പേർ ഇയാളുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു മഹാരഥൻ അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് കേസ് കൊടുത്തില്ല അത്ര പോയി പണി നോക്കണോ. ഇതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും നല്ല അഭിമാനത്തോടെ നേരിടും. കാര്യം ഈ നാട്ടിലെ ഒരു കപടൻ അയാൾ ചെയ്തൊരു പ്രവർത്തനത്തെ നാട്ടുകാരെ അറിയിച്ചതിന്റെ പേരിൽ ഒരു അറസ്റ്റ് വരുന്നെങ്കിൽ നല്ല അന്തസ്സായിട്ട് അറസ്റ്റ് വരിക്കും. കാര്യം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ഈ അറസ്റ്റ് ജയിലെന്നൊക്കെ പറഞ്ഞാൽ ഈ നാടിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. ആ സമയത്തൊക്കെ സവർക്കറിസോ അടിച്ച് ഷൂനക്കികളായിട്ട് നടന്നവരുടെ പിൻതലമുറക്കാരായിട്ടും അതെന്തോ വലിയ ഒരു മേന്മയായിട്ട് പറഞ്ഞു നടക്കുന്നവരുടെ പിൻതലമുറക്കാരനും ഒപ്പം തന്നെ സംഘികളെയാണ് ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ജന്തുക്കളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം നാടകം കളിച്ച് നിൽക്കുന്ന താനൊക്കെ ഏതെങ്കിലും ഓലപ്പാമ്പെടുത്ത് കാണിച്ച് ഭയപ്പെടുത്തിയാൽ അതോടുകൂടി വായ മൂടിക്കെട്ടി പോകുമെന്നൊന്നും നമ്പ്യാർ കരുതല്ലേ. ഇത് വിത്ത് വേറെയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇമാതിരി ഭീഷണിക്കൊന്നും വഴങ്ങാൻ പോകുന്നില്ല. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം, മുമ്പ് ഏഷ്യാനെറ്റ് പോലും കേസ് കൊടുത്ത ചരിത്രമുണ്ട്. അന്ന് ഭയന്നിട്ടില്ല. പിന്നെയാണ് വെറും മാധ്യമ ഊച്ചാളിയായിട്ടുള്ള ഒരു നമ്പ്യാർ പോകുക എന്ന് മാത്രമേ അതിന് മറുപടി പറയാനുള്ളൂ.